everyone, this is Dila here. So welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൂപ്പർ ടോപ്പിക്കിനെ പറ്റി പറയാനാണ്. നിങ്ങൾ കേട്ട സത്യമാണ്, എൻ്റെ തംബ്ലൈൻ പോലെ എയർ കേരള ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എയർ കേരള 2025 ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദുബായ് ബേസ്ഡ് ഓണ്ടർപ്രണേഴ്സ് ആയ അഫി അഹമ്മദ് ആൻഡ് അയൂബ് കല്ലട അവർ രണ്ടുപേരുമാണ് ഈ പറയുന്ന എയർ കേരള പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ കേരള ഗവൺമെന്റ് 2005 ഈ പറയുന്ന പ്രോജക്റ്റിന് മുൻകൈ എടുത്തതാണ്. പക്ഷേ ആഫ്റ്റർ 19 ഇയേഴ്സ് ഒരു അപ്ഡേറ്റും വരാത്തതുകൊണ്ട് ഈ രണ്ട് കോ ഫൗണ്ടേഴ്സ് ഓഫ് സെറ്റ്ഫ്ലൈ ഏവിയേഷൻ അവർ രണ്ടുപേരുമാണ്, അവർ ഒരുപാട് വർഷത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഈ എയർ കേരള എന്ന പ്രോജക്റ്റ് ഇപ്പൊ മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് NOC ലഭിച്ചിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കയ്യിൽ നിന്ന്. നമ്മൾ ഏതൊരു എയർലൈനും മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കയ്യിൽ നിന്ന് നമുക്ക് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പായ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് എയർ കേരളയുടെ കേസിൽ കിട്ടിയിരിക്കുകയാണ്. ഈ പറയുന്ന ഞാൻ കാര്യങ്ങളെല്ലാം ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരമാണ്. ഇനി ഫ്യൂച്ചറിൽ കുറച്ച് മാറിയേക്കാം. ഇത് അയൂബും അഹമ്മദും അവരുടെ മീറ്റിംഗിൽ ലാസ്റ്റ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ATR 72-600 എന്ന വിമാനമാണ്. അതിന്റെ 3 എണ്ണമാണ് ഇവർ ഓർഡർ ചെയ്തേക്കുന്നത്. അതായിരിക്കും നമുക്ക് ഇവിടെ ഇനി സർവീസ് ലഭ്യമാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ATR 72 എയർക്രാഫ്റ്റ്സ് എന്ന് പറയുന്നത് അത് ഷോർട്ടർ ഡിസ്റ്റൻസിൽ പോകുന്ന എയർക്രാഫ്റ്റ്സ് ആണ്, അല്ലെങ്കിൽ വിമാനമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ എഞ്ചിൻ ടെർബോ ജെറ്റ് എഞ്ചിൻ ആയിരിക്കില്ല, ടെർബോ പ്രൊപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊപ്പലർ ഉള്ള ചെറിയ എഞ്ചിൻ ആയിരിക്കും. കാരണം ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കുറച്ച് ദൂരം കവർ ചെയ്യാൻ നമുക്ക് അത് മതിയാവും. എയർ കേരള ഒരു ലോ കോസ്റ്റ് എയർലൈൻ ആണ്. അത് സൗത്ത് ഇന്ത്യയിലാണ് ഓപ്പറേറ്റ് ചെയ്യാൻ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ടയർ 2, ടയർ 3 സിറ്റീസ് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആദ്യം അതിന്റെ ഫ്ലീറ്റ് 3 എണ്ണമാണ്. പിന്നെ അവരുടെ ഫ്ലീറ്റ് 20 ആകുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ സർവീസും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദുബായ് ആയിരിക്കും അവരുടെ ഇന്റർനാഷണൽ സർവീസിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് പോകുന്നത്. ഇതെല്ലാം അഹമ്മദും അയ്യൂബും റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊച്ചിയിലായിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ കേരള എയർ കേരളയാണ് നമ്മളുടെ കൊച്ചു കേരളമാണ് ഫസ്റ്റ് എയർലൈൻ, റീജിയണൽ എയർലൈൻ സൗതേൺ മോസ്റ്റ് സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നത്. കാരണം ഇപ്പം നമ്മൾ സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഇവരെല്ലാമാണ് നമ്മൾ സദേൺ മോസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഈ സദേൺ മോസ്റ്റ് സ്റ്റേറ്റ്സിൽ കേരളം മാത്രം, നമ്മളെ കൊച്ചു കേരളമാണ് ആദ്യമായിട്ട് ഒരു എയർ കേരള അല്ലെങ്കിൽ ഫസ്റ്റ് റീജിയണൽ എയർലൈൻ കൊണ്ടുവരുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡൽഹിയിലാണ് ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ ആകെ 5 കോളേജുള്ള എയറോനോട്ടിക്കൽ, 5 അല്ലെങ്കിൽ 6 ഇപ്പോൾ അത്രേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ ഒരുപാട് നമ്മളെ കേരളം അല്ലാതെ ഒരുപാട് നമ്മളെ തമിഴ്നാടും അല്ലെങ്കിൽ ബാക്കി എല്ലാ സ്റ്റേറ്റ്സും ഭയങ്കര ഫ്ലറിഷ്ഡ് ആണ്, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഡൽഹിയൊക്കെ പോകുമ്പോഴേ ആ ഒരു കോമ്പറ്റീഷൻ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എനിക്ക് ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് എയർലൈൻ, റീജിയണൽ എയർലൈൻ നമ്മളുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പറയുമ്പോൾ അത് ഭയങ്കര എനിക്കും ഭയങ്കര എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം നടന്ന ടോപ്പിക്കായിരുന്നു എയർ കേരള സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻഷാല്ല എയർ കേരള സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒരുപാട് എന്തായാലും 2025 അവരുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് ആസ് പെർ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറുമായിരിക്കും. അപ്പൊ ഒരുപാട് പേർക്ക് ജോബ് വേക്കൻസീസും ഒക്കെ വരും. ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാന്നല്ലേ പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ നേരുന്നു. സോ ദിസ് ഇസ് ദില സൈനിങ് ഓഫ്.